സന്ദീപ് വാര്യർ കേവലം ഒരു ബി നേതാവായിരുന്നില്ല. അയാൾ അഗ്രസീവായ ഒരു RSS കേഡറായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള സന്ദീപ് തന്റെ ഇഷ്ടകളമായ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നപ്പോൾ തന്നെ ആ വരവ് കോൺഗ്രസിലെ അണികൾക്കും പല മുതിർന്ന നേതാക്കൾക്കും മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമല്ലായിരുന്നു. അവർ അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. വൻ പ്രതിഷേധം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പല കോൺഗ്രസ് പ്രവർത്തകർക്കും സന്ദീപ് നമ്മളെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് ഫേസ്ബുക്ക് അടക്കമുള്ള സ്ഥലങ്ങളിൽ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യവുമായിരുന്നു. ഇപ്പോഴും സന്ദീപിന്റെ എടുത്തു ചാടിയുള്ള സംസാരം കോൺഗ്രസിലെ താഴെ തട്ടിലുള്ള പ്രവർത്തകർക്ക് ഇഷ്ടമല്ല. ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സന്ദീപിനെ വിടണ്ട എന്നത് തന്നെയാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട്. ഒരു ഉപാധിയും ഇല്ലാതെയാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് വന്നത് എന്ന് സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നുവെങ്കിലും ഒറ്റപ്പാലം സീറ്റിൽ തന്നെയാണ് സന്ദീപിന്റെ നോട്ടം. അതുപോലെ പല പല പൊസിഷനുകൾ തുടക്കത്തിൽ സന്ദീപിന് വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. എങ്കിലും കോൺഗ്രസ് ഒന്നും തന്നെ സന്ദീപിന് ഇതുവരെ നൽകിയിട്ടുമില്ല. കോൺഗ്രസിന്റെ പരിപാടികളിൽ സന്ദീപ് ചെല്ലുമ്പോഴും അവഗണന തന്നെയാണ് സന്ദീപിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് പുതിയ ഒരു വഴിത്തിരിവ്. സന്ദീപ് LDFിലേക്ക് വരാനുള്ള ചർച്ചകൾ നടത്തുന്നു എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സന്ദീപിന് കോൺഗ്രസ് ഒരു സ്ഥാനവും നൽകുന്നില്ല എന്ന പശ്ചാത്തലത്തിൽ കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ ഉള്ളത്. LDF കൺവീനർ TP രാമകൃഷ്ണനുമായി ഒരു ധാരണ ഉണ്ടാക്കുന്നതിലൂടെ സന്ദീപിന് കോൺഗ്രസിൽ നിന്നൊരു മോചനം ലഭിക്കുമെന്നതാണ് സന്ദീപിന്റെ പ്രതീക്ഷ. കൂടാതെ സരിനെ ഇനി ഒരിക്കൽ കൂടി പാലക്കാട് നിർത്താനുള്ള ധൈര്യം ഇടതുപക്ഷത്തിനുമില്ല. പാലക്കാട് ശക്തനായ ഒരു നേതാവിനെ വളർത്തിയെടുക്കേണ്ടത് LDFിന്റെ ഇപ്പോഴത്തെ അത്യാവശ്യം തന്നെയാണ്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സരിന്റെ ദയനീയ പരാജയം ചെറുതായൊന്നുമല്ല ഇടതുപക്ഷത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഗോവിന്ദൻ മാസ്റ്ററും രാമകൃഷ്ണനും സന്ദീപിനോട് അയവ് കാണിക്കും എന്നത് തന്നെയാണ് ലഭിക്കുന്ന സൂചനകളും. AK ബാലൻ മുൻപ് തന്നെ സന്ദീപിനെ അനുകൂലിച്ച് രംഗത്ത് വന്ന ഒരാൾ തന്നെയാണ്. റഹീമിനും സന്ദീപിന് ഇടതുപക്ഷത്തേക്ക് വരുന്നത് കൊണ്ട് കാര്യമായ ഒരു പ്രശ്നവും മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. MP രാജേഷ് മാത്രമാണ് കോൺഗ്രസിലേക്ക് സന്ദീപ് ചേക്കേറിയപ്പോൾ അല്പം സ്വരം കടുപ്പിച്ചത്. എന്നാൽ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടിയുടെ ഉന്നതിക്ക് വേണ്ടി ഒത്തൊരുമിച്ച് നിൽക്കാൻ തന്നെയാണ് അവർ പോകുന്നത്. അന്ന് AK ബാലൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു. മുൻകാലങ്ങളിൽ മറ്റു നേതാക്കൾക്കെതിരെ ഞങ്ങളൊക്കെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് AK ബാലൻ സന്ദീപിനെ അനുകൂലിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയം എന്നത് അതത് കാലഘട്ടത്തിലെ വസ്തുനിഷ്ഠമായ നിലപാടുകളെ അപഗ്രഥിച്ചിട്ടാണ് എടുക്കുന്ന നിലപാടുകൾ തന്നെയാണ്. ബുദ്ധിയില്ലാത്ത RSSകാരനല്ല സന്ദീപ് വാര്യർ എന്നതും AK ബാലൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാണ് ഇനി സന്ദീപ് വാര്യർ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുക എന്നത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്.